ഇന്ന് പുതിയൊരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. മഷിത്തണ്ട്. മഷിത്തണ്ടിലെ ഹൃദയാക്ഷരങ്ങൾ കാവ്യാർപ്പണം കവിതാ സമാഹാരം 2ാമത്തെ പതിപ്പാണ്. മഷിത്തണ്ട് സാഹിത്യ കൂട്ടായ്മയുടേതാണ്. ഈ മഷിത്തണ്ട് സാഹിത്യ കൂട്ടായ്മയിൽ സെൽവരാജ് CN ആണ് ഇതിൻ്റെ ചീഫ് എഡിറ്റർ. കൂടാതെ സുധനി ശശികുമാർ, ജലജ മധുസൂദനൻ, ലച്ചു കേച്ചേരി, അശ്വിനി നക്ഷത്ര, ശ്രീജ TR, വൈശാഖ രാജേഷ്, ലാലി രംഗനാഥ്, സിജി സജീവ്, പ്രയാഗ ജോബിൻ തുടങ്ങിയ വിപുലമായ ഒരു ഗ്രൂപ്പ് അഡ്മിൻസും ഉണ്ട്. മഷിത്തണ്ട് കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ നടന്നു പോയിരുന്ന ഒരു സാഹിത്യ കൂട്ടായ്മയാണ്. ഇന്നും അത് നിലവിലുണ്ട്. കാരണം ഈ പുസ്തകത്തിൻ്റെ അച്ചടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്രമാത്രം ഗൗരവമായി കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം പുസ്തകമൊന്നും അത്ര സുഖമുള്ള അച്ചടിയൊന്നുമല്ല. ഇത് വയലാർ അരൻ്റെ ഇതുകൂടി പറയുന്നുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ 2 വരികൾ ഇതിലുണ്ട്. ഇപ്പം വയലാറിൻ്റെ ആദരിക്കുന്നൊരു സമയമാണല്ലോ. ഈ സമയത്ത് സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ആലപ്പുഴ വയലാറിലെ വയലേലകളിലൂടെ അവിടുത്തെ ദരിദ്രരായ കർഷകരുടെ ഇടയിലൂടെ അദ്ദേഹം നടന്നപ്പോൾ അയാൾക്ക് അനുഭവപ്പെട്ട. പിന്നെ പഴയ കാലങ്ങളിൽ ദാരിദ്ര്യമാണല്ലോ, ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാണ്. നമ്മൾ കപ്പയൊക്കെ നട്ട് കഴിഞ്ഞാൽ ഓരോ ദിവസവും പോയി പറിച്ചു നോക്കും, വേരുണ്ടോ. എന്നിട്ട് അതിൻ്റെ വേരുകൾ കാണുക മാത്രമല്ല, നേർത്ത തണ്ടുകൾ വരെ വേവിച്ച് തിന്ന ഒരു കാലഘട്ടമുണ്ട്. നമ്മൾ ചതുരപ്പുളിയും ഇഞ്ചിയും അതുപോലെ തന്നെ നമുക്ക് പറ്റും പോലെ ചിരാപ്പറങ്കിയൊക്കെ വയറ് നിറയെ ഉച്ചയ്ക്ക് ഭക്ഷണമായി ഉപയോഗിച്ച ഒരു കാലഘട്ടമുണ്ട്. വെള്ളവും കുടിക്കുക, നെല്ലിക്ക കഴിക്കുക, എല്ലാവരും കൊണ്ടുവരുന്ന പുളി തിന്നുക, കൂട്ടായി സൗഹൃദം പറയുക, കളിക്കുക. അല്ലാതെ ഉച്ചയ്ക്ക് 7-ാം തരൊന്നും കഴിഞ്ഞാൽ പിന്നെ 7-എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 7-5 കഴിഞ്ഞാൽ ആർക്കും ഭക്ഷണം സ്കൂളിൽ നിന്നുണ്ടായിരുന്നില്ല. 5 വരെ കിട്ടിയായിരുന്നു. ഉപ്പുമാവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ സ്കൂളിലെ ഉപ്പുമാവ് ചെമ്പിൽ ഇറങ്ങി ഉപ്പുമാവ് വാരി തിന്ന ആളാണ് ഞാനൊക്കെ. കാരണം നമുക്ക് കിട്ടാത്തതുകൊണ്ട് പാത്രം കഴുകാൻ പറ്റിയ ഒരാളായിരുന്നു ഞാൻ. അതിലിറങ്ങി നിൽക്കാൻ പറ്റുന്ന ഭാരം കുറഞ്ഞ ഒരു ചെറിയ പയ്യനായിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വേലായുധേട്ടൻ ചെമ്പിൻ്റെ അടിയിൽ കുറച്ച് വെക്കുകയായിരുന്നു. മറ്റാർക്കും ആ ചെമ്പിൽ ഇറങ്ങി എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത്രമാത്രം വിശപ്പ് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം നമ്മളുടെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ ജനിച്ച 69 കാലഘട്ടങ്ങളിലാണ് ശരിക്കും ഞാൻ സ്കൂളിലെത്തുന്നത്. 69-70 കാലഘട്ടങ്ങളിൽ ആണ് ഞാൻ സ്കൂളിലെത്തുന്നത്. സ്കൂളിൻ്റെ ചുറ്റുപാട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കരയുന്നവരായിരിക്കും. പിന്നെ അവിടെ നിൽക്കുന്ന കുട്ടികൾ ഈ ഉപ്പുമാവും അതുപോലെ ടീച്ചർമാരുടെ അടിയും നന്നായി അടിക്കുകയായിരുന്നു ടീച്ചർമാർ. സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ശിക്ഷിക്കാനുള്ള അധികാരം അവർ കൊടുത്തിരുന്നു, വീട്ടുകാർ കൊടുത്തിരുന്നു. അതുകൊണ്ട് അന്നത്തെ കാലത്ത് അച്ഛനും അമ്മയും ഗുരുവും കാണപ്പെട്ട ദൈവങ്ങളായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹം പിശാങ്കത്തി കൊണ്ട് പോലും നമ്മളെ കൈക്ക് പിടിച്ച ഒരു കാലഘട്ടമുണ്ട്, മുറിവേൽപ്പിക്കുന്ന രീതിയിൽ പിടിച്ചൊരു കാലഘട്ടമുണ്ട്. അപ്പം അക്ഷരങ്ങൾ ഇതാണ് എൻ്റെ ജീവനും ഭക്ഷണവും വളർച്ചയും. ഞാൻ അക്ഷരം പഠിച്ചിരുന്നില്ലെങ്കിൽ ഇന്ന് അധ്യാപകനായി പിരിയുമായിരുന്നില്ല. അക്ഷരങ്ങളെക്കുറിച്ച് ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളാണ്. പശുക്കിടാവു പാൽ നുകരുമകിടുപോൽ നിറയണമറിവാം നല്ലക്ഷരങ്ങൾ.
പശുക്കിടാവു പാൽ നുകരും അകിടുപോൽ നിറയണമറിവാം നല്ലക്ഷരങ്ങൾ. പാൽനുരപതയും കിടാവുപോൽ തുള്ളിയാടണമക്ഷരക്കൂട്ടങ്ങൾ. പാൽനുരപതയും കിടാവുപോൽ തുള്ളിയാടണമക്ഷരക്കൂട്ടങ്ങൾ. തെന്നലായി തയുഗണമാനന്ദസാഗരമാറാടും സ്വർണമത്സ്യമിഴിപോലുണരണമറിവാമക്ഷരങ്ങൾ. തെന്നലായി തഴുകണമാനന്ദസാഗരമാറാടും സ്വർണമത്സ്യമിഴിവോ ഉണരണമറിവാം അക്ഷരങ്ങൾ. പാൽപ്പല്ലുണരും മോണപോൽ തിളങ്ങി ഉണരണമക്ഷരങ്ങൾ. പാൽപ്പല്ലുണരും മോണപോൽ തിളങ്ങി ഉണരണമക്ഷരങ്ങൾ. കുയിൽ രാഗമുണരും താളങ്ങളാകണമക്ഷരങ്ങൾ. ചിപ്പിപോൽ കാത്തുണരണമക്ഷരങ്ങൾ. ചിപ്പിപോൽ കാത്തുണരണമക്ഷരങ്ങൾ. കുയിൽ രാഗമുണരും താളങ്ങളാകണമക്ഷരങ്ങൾ. ചിപ്പിപോൽ കാത്തുണരണമക്ഷരങ്ങൾ. മുത്തുകളാകണമക്ഷരങ്ങൾ. ശക്തിയും അറിവുമാകണമക്ഷരങ്ങൾ. നേരിൻ്റെ നെറിയുടെ അലിവാകണമറിവാകണമക്ഷരങ്ങൾ. നേരിൻ്റെ നെറിയുടെ അലിവാകണമറിവാകണമക്ഷരങ്ങൾ. നീയായി ഞാനായി നമ്മളായി ഉണരണം നമ്മളായി വളരണമക്ഷരങ്ങൾ. നീയായി ഞാനായി നമ്മളായി ഉണരണം നമ്മളായി വളരണമക്ഷരങ്ങൾ. നീയും ഞാനും ശക്തിയും ഊർജവും ദേശമതുണരട്ടെ അക്ഷരങ്ങളിൽ. നീയും ഞാനും ശക്തിയും ഊർജവും ദേശമതുണരട്ടെ അക്ഷരങ്ങളിൽ. ദേശമതുണരട്ടെ അക്ഷരങ്ങളിൽ. രാജ്യമതാകണ മക്ഷരാലക്ഷ്യങ്ങൾ. അക്ഷരമത ഉണർത്തട്ടെ പുലർത്തട്ടെ മാതൃസ്നേഹത്തിൻ കാഹള നിറവുകൾ അറിവുകൾ. രാജ്യമതാകണമക്ഷരലക്ഷ്യങ്ങൾ. അക്ഷരമതുണർത്തട്ടെ പുലർത്തട്ടെ മാതൃസ്നേഹത്തിൻ കാഹളം നിറവുകൾ അറിവുകൾ. കാഹള നിറവുകൾ അറിവുകൾ. അർപ്പിതമീ അക്ഷരങ്ങളാമ്പൂക്കൾ ബലിദാനികൾ തൻ ബലികുടീരത്തിൽ. അർപ്പിതമീ അക്ഷരങ്ങളാമ്പൂക്കൾ ബലിദാനികൾ തൻ ബലികുടീരത്തിൽ. പുലരട്ടെ അക്ഷരങ്ങൾ പുണരട്ടെ അക്ഷരങ്ങൾ. നവയുഗ പുലരിയേറി നാമ്പുകൾ മുളയ്ക്കുന്ന വിത്തുകളാകട്ടെ. അഗ്നിയിൽ കുരുക്കുന്ന വാക്കുകൾ ഈ അക്ഷരങ്ങൾ. പുലരട്ടെ അക്ഷരങ്ങൾ പുണരട്ടെ അക്ഷരങ്ങൾ. നവയുഗ പുലരിയേറി നാമ്പുകൾ മുളയ്ക്കുന്ന വിത്തുകളാകട്ടെ. അഗ്നിയിൽ കുരുക്കുന്ന വാക്കുകളായി പിറക്കട്ടെ ഈ അക്ഷരങ്ങൾ. നിറയട്ടെ ഈ അക്ഷരങ്ങൾ. നമസ്കാരം. എത്രമാത്രം സ്വീകാര്യമാണെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ അടുത്ത പുസ്തകവും അപ്പോൾ എൻ്റെ കവിത വന്ന പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. കുറേ കാലമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ള ഒരു സമയം കിട്ടുന്നത്. എല്ലാവർക്കും സ്നേഹ നമസ്കാരം.